കൊച്ചി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ ഇറങ്ങുമ്പോൾ വീടുകളുടെ ഓടുകൾ പറന്നു പോകൽ പതിവാകുകയാണ്. ഓടുകൾ പറക്കാൻ കാരണം വിമാനങ്ങൾ താഴ്ന്നു പറന്നു എന്ന തെറ്റായ പ്രചാരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. വിമാനത്തിന്റെ വലിപ്പവും ചുഴികളും കാലാവസ്ഥയിലെ മാറ്റങ്ങളുമാണ് പലപ്പോഴും ഓടുകൾ പറന്നു പോകാൻ കാരണം. ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ഇപ്പോൾ ഇന്ത്യയിൽ നിയമമില്ല. അന്തരീക്ഷത്തിൽ കാറ്റ് കുറവാകുന്നതും അടക്കം കാരണങ്ങൾ ഒരുമിക്കുമ്പോഴാണ് വീടുകളുടെ ഓടുകൾ ഇങ്ങനെ പാറിപ്പോകുന്ന സ്ഥിതിയുണ്ടാകുന്നത്. 30 ദിവസത്തിനിടെ 2 പ്രാവശ്യമാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയപ്പോൾ വീടുകളുടെ ഓടുകൾ പറന്നത്. ഭാഗ്യത്തിന് ആർക്കും ആപത്ത് സംഭവിച്ചില്ല. മെയ് 22-ന് ഒക്കൽ സ്വദേശി MV ജോയിയുടെയും ജൂൺ 14-ന് അത്താണി ശാന്തിനഗർ സ്വദേശി KJ സൈമണിന്റെയും വീടുകളുടെ ഓടുകളാണ് പറന്നത്. വിമാനങ്ങൾ താഴ്ന്നു പറന്നതുകൊണ്ടാണ് വീടുകൾ പറന്നുപോയത് എന്നായിരുന്നു പ്രചാരണം. എന്നാൽ വിമാനങ്ങൾ താഴ്ന്നു പറന്നതുകൊണ്ടോ വേഗത കാരണമോ അല്ല ഇത്തരത്തിൽ ഓടുകൾ പറക്കുന്നതെന്ന് വ്യോമയാന വിദഗ്ധർ പറയുന്നു. വിമാനത്തിൻ്റെ രണ്ട് ചിറകുകളുടെയും അറ്റത്ത് ഒരു ചുഴിയുണ്ടാവും. ചിറകിന് ഭയങ്കര വീതി ഉള്ളതുകൊണ്ട് അതിങ്ങനെ പോകുമ്പോൾ ഭയങ്കര വോളിയത്തിൽ ഇങ്ങനെ എയർ താഴോട്ട് ഇങ്ങനെ തള്ളിവിടും. താഴോട്ട് തള്ളിപ്പോകുന്ന എയർ ഈ ചുഴിയെ മരിച്ചുകൊണ്ടായിരിക്കും താഴോട്ട് പോവുക. അപ്പോൾ അത് താഴെ ബിൽഡിങ്ങുകളുടെ മുകളിൽ ചെന്ന് തട്ടും. വിമാനം താഴ്ന്നു പറന്നു എന്നുള്ളത് വലിയ കാര്യമില്ല. കാര്യം ഒരു വിമാനങ്ങളും ഒരു പരിധി കവിഞ്ഞ് താഴ്ന്നു പറക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. വിമാനങ്ങൾ പറക്കുമ്പോൾ 2 ചിറകുകളുടെ അറ്റത്തുണ്ടാവുന്ന ചുഴികളും താഴേക്ക് തള്ളുന്ന വായുവും അന്തരീക്ഷത്തിൽ കാറ്റ് കുറവാകുന്നതും അടക്കം കാരണങ്ങൾ ഒരുമിക്കുമ്പോഴാണ് വീടുകളുടെ ഓടുകൾ പറന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവുന്നത്. ലോകത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ ഇത് പതിവാണ്. UK-യിലടക്കം പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ നിയമമുണ്ട്. ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങളൊന്നും ഇല്ല. കൊച്ചി വിമാനത്താവളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിലൂടെ നഷ്ടപരിഹാര നിയമത്തിനുള്ള ആവശ്യകത കൂടിയാണ് ഉയരുന്നത്. മീഡിയ 1 കൊച്ചി.